Sikini, Deshika Sikini, Farm Kani. വെൽക്കം ടു വിഷ്ണു ട്രാവൽ ബൈറ്റ്സ്. ഇന്നത്തെ എൻ്റെ ഒരു മിനി വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിലെ ഫ്രഷ് ഫിഷ് ഫാമിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഡെയിലി റൊട്ടീൻസാണ് നമ്മൾ ഇന്നത്തെ മിനി വ്ളോഗിലായിട്ട് കാണിക്കുന്നത്. സൂപ്പർ മാർക്കറ്റുകളിൽ പോയി നമ്മൾ ഫിഷ് മേടിക്കുമെങ്കിലും ഈ ഒരു ഫാമിൽ വന്നാൽ നമുക്ക് ലൈവായിട്ട് കണ്ട് ഫിഷ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് തന്നെയാണ് ഈ ഫാമിൻ്റെ പ്രത്യേകത. ഇതോടൊപ്പം തന്നെ ഫ്രഷ് പാലും അതുപോലെ തന്നെ മുട്ടയും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. പിടിച്ചോ ടൈറ്റായിട്ട് പിടിക്കുക, അല്ലേ തെറിച്ചോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ് മീൻ വളർത്തൽ കേന്ദ്രം. ഇവിടെ മീനുകളെ വളർത്തിയിട്ട് അവരെ വിൽക്കുന്നതാണ്. അവരെ ഷോപ്പിലേക്ക് കൊണ്ടാണ് വിൽക്കുന്നത്. നമുക്ക് നേരിട്ട് വേണമെങ്കിൽ വന്നിട്ട് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഇവിടുത്തെ ടാങ്ക് പല സെക്ടറായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ബ്രീഡിനും അതനുസരിച്ചുള്ള ടാങ്കാണ് കൊടുത്തേക്കുന്നത്. ഈ മീനിൻ്റെ ഓരോ ബ്രീഡുകൾ വളരുന്നതനുസരിച്ചിട്ട് അവർ ഓരോ ടാങ്കിലോട്ട് തന്നെ മാറ്റുന്നതാണ്. ഈ ഫാമിൻ്റെ നടുവിലൂടെ നടന്നു പോകാനായിട്ട് ഭയങ്കര രസമാണ്. രണ്ട് സൈഡും പച്ചപ്പാർന്ന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മീനുകളെ മാത്രം ബ്രീഡിംഗ് അല്ല നമുക്ക് നടക്കുന്നത്. ഇവിടെ ഒരുപാട് താറാവിനൊക്കെ വളർത്തുന്നത് കാണാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അതുപോലെ തന്നെ കോടി, മയില്, അറേബ്യൻ ഓറക്സ് ഇവയെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്താണ് പശുവിന്റെ പാല് കറക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. अस्सलामुअलैकुम। इधर गाय के दूध है, मुर्गी भी है, मुर्गी का अंडा है, बतख का अंडा है, बतख है, वेजिटेबल है, पूरा सामान है। अंदर जाके का प्रॉब्लम नहीं है। इधर मशीन है ना, वो हम दूध निकलते ना है, ये दूध के मशीन है ना, ये दूध के मशीन है। गाय के दूध निकलते ना, ये दूध के मशीन है, ये मशीन है। ये कनेक्शन है, ये कनेक्शन इधर है ना। गाय इधर रखेगा, बाद में मशीन चालू करेगा। ये मशीन है, ये मशीन है। गाय इधर अंदर का आने का बाद में मशीन चालू करेगा, दूध निकल। गाय के दूध है, मुर्गी की भी है। हाँ, गाय इधर आएगा। गाय इधर से खोला करेगा, गाय इधर से आएगा। ഈ ഒരു ചെറിയ കൂടിനകത്ത് ഒരുപാട് പശുക്കുട്ടികളെ അവർ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അവരുടെ സ്റ്റോറേജ് റൂമിലാണ്. പാലും മുട്ടയൊക്കെ അവർ സ്റ്റോറേജ് ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രഷ് മിൽക്കാണ് ഇവിടെ, ഫ്രഷ് മിൽക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അവർ സ്റ്റോറേജ് ഉണ്ടല്ലോ, സ്റ്റോറേജ് നല്ല ക്ലീനായിട്ട് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നല്ല ഈ പ്ലാസ്റ്റിക് എല്ലാം പുതിയ പ്ലാസ്റ്റിക്കാണ് അവർ കൊടുക്കുന്നതൊക്കെ. 1 ലിറ്റർ പാലിന് 10 ദിർഹംസാണ് ഈടാകുന്നത്. നല്ല കോഴിമുട്ട നമുക്ക് കിട്ടുന്നതാണ്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള നാടൻ മുട്ടയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഒരു മുട്ടയ്ക്ക് 1 ദിർഹംസാണ്. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് നല്ല പച്ചപ്പാർന്ന ചെടികളും അതുപോലെ ഡേറ്റ്സും മരങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ പാടത്ത് വാഴക്കുലകളൊക്കെ നട്ടുപിടിപ്പിക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയിൽ അവർ അതെല്ലാം വളർത്തിയിട്ടുണ്ട്. ഷോപ്പിംഗ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ഡൊമസ്റ്റിക് ആനിമൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ഇതിനോടൊക്കെ വന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ നമ്മുടെ ഈ സിറ്റി ലൈഫിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന എല്ലാ മൃഗങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്.
നമ്മൾ മീൻ വാങ്ങുന്ന കാര്യം ലാസ്റ്റിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് വാങ്ങിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് തിരിച്ച് പിന്നെയും ആ ഒരു മീൻ വളർത്തുന്ന കേന്ദ്രത്തിലോട്ട് വന്നായിരുന്നു. അവിടെ തന്നെ വെയ് മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ ലൈവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് അവിടുന്ന് പിടിക്കാം. പിടിച്ചതിന് ശേഷം നമുക്ക് അവിടെ വെയ് മെഷീനൊക്കെ നോക്കി അതിൻ്റെ വെയിറ്റ് എത്രയാണോ അത് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് കാർഡ് കൊണ്ടുപോകുന്നതിനെക്കാട്ടും നല്ല ബെറ്റർ നമ്മൾ പൈസ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. കാർഡ് മെഷീൻ അവരുടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a crazy love, moving through me like a wildfire, like a wildfire. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത സ്ഥലത്ത് കാണാം. സൈനിങ് ഓഫ് വിഷ്ണു.